ഡെയിലി ഡോസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സജിത പീപ്പിൾ സ്കിൽ ഡെവലപ്മെന്റും പേഴ്സണൽ ഗ്രോത്തും സ്പെഷ്യലൈസ് ചെയ്യുന്ന മൈൻഡ് മോജോ എന്ന കമ്പനിയുടെ ഫൗണ്ടറും ചീഫ് മെന്ററും കൂടിയാണ്. സജിത ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് സജിത കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യം സജിതയെ കുറിച്ച് ഞാൻ പറയട്ടെ. കഴിഞ്ഞ 3 വർഷമായി സജിത പീപ്പിൾ സ്കിൽസ് ഡെവലപ്മെന്റിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഒരുപാട് ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. സജിത, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് ഒരു സെഗ്മെന്റിലേക്ക് സജിത വരാനിടയായ കാരണം എന്താണ്? ബേസിക്കലി എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. പേഴ്സണലി സ്പീക്കിംഗ്, എനിക്ക് ആൾക്കാരെ ഇഷ്ടമാണ്. സോഷ്യൽ കണ്ടീഷൻസും സിറ്റുവേഷൻസും വളരെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇൻഡിവിജ്വൽസ് ആണല്ലോ സൊസൈറ്റി മേക്കപ്പ് ചെയ്യുന്നത്. ആൻഡ് സോഷ്യൽ ഫാബ്രിക് എങ്ങനെയാണ്, അതിൽ സോഷ്യൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്ന ആളാണ്. അപ്പം ഇൻഡിവിജ്വൽ സൈക്കോളജിയും സോഷ്യോളജിയും കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് യു ക്യാൻ കോൾ മീ സോഷ്യോ സൈക്കോളജിസ്റ്റ് എന്ന് വേണേ വിളിക്കാം. സോ ഞാൻ ഇവൻ ഇൻഡസ്ട്രിയിലായിരുന്നപ്പോ ഐ ഡിഡ് കപ്പിൾ ഓഫ് ട്രെയിനിങ്സ് ഫോർ കിഡ്സ് അവിടുത്തെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് ഞാൻ ഡിസ്കവർ ചെയ്തത് ദിസ് ഈസ് ആക്ച്വലി സംതിങ് ഐ റിയലി എൻജോയ്. എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കുറെ വായിക്കുകയും എക്സ്പ്ലോർ ചെയ്യുകയും റിസർച്ച് ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. ആൻഡ് പഠിച്ച കാര്യം ബാക്കിയുള്ളവരോട് പറയുക എന്ന് പറയുമ്പം നമ്മൾ പഠിക്കുന്നത് തന്നെ കുറച്ചുകൂടെ കുറയ്ക്കും. ആൻഡ് പഠിച്ച കുറെ കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് റിസൾട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഐ തോട്ട് വൈ നോട്ട്, ഇത് ചെയ്യുമ്പോ ലൈഫ് കുറച്ചുകൂടെ സിമ്പിൾ ആകുന്നുണ്ട്, ബ്യൂട്ടിഫുൾ ആകുന്നുണ്ട്, കുറെ സന്തോഷം വരുന്നുണ്ട്. അപ്പൊ ഇത് ബാക്കിയുള്ളവർക്കും കൂടെ എന്തുകൊണ്ട് പകർന്നുകൂടാ എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് മാറിയത്. ബാക്കിയുള്ള ആൾക്കാരുടെ ജീവിതവും ബ്യൂട്ടിഫുൾ ആക്കാനുള്ള ഒരു പ്രേരണ, അതാണ് സജിതയുടെ ഇപ്പോഴത്തെ ഇതിന്റെ ഉദ്യമത്തിൽ. യെസ് ബിക്കോസ് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഈ പഠിച്ച സാധനങ്ങളെല്ലാം പ്രാക്ടിക്കൽ ആക്കുമ്പോഴത്തേക്ക് അതിനകത്ത് റിസൾട്ട്സ് കാണുന്നുണ്ട്. ആൻഡ് ലൈഫ് ക്യാൻ ബി വെരി സിമ്പിൾ ആക്ച്വലി. യെസ്, ഈ നമ്മുടെ കേരളം പോലെയുള്ള ഒരു സമൂഹത്തില് പേരന്റിങ് നമ്മളൊരു സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് ആയിട്ട്, അല്ലെങ്കിൽ അത് പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മൾ പണ്ട് തലമുറകളിലായിട്ട് അറിവ് പകർന്ന് ഓരോ തലമുറയും കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു വിഷയമായിട്ട് തോന്നാറുണ്ടോ? അങ്ങനെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എന്താ? മിക്ക പേരൻസും പറയുന്നത് ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യമല്ലേ എന്നാണ്. പേരന്റിങ് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കും വേണ്ടാന്നേ അതിന് ഉത്തരം വരുള്ളൂ. ഓൺലി പീപ്പിൾ ഹു ആർ അവെയർ ദാറ്റ് okay, I might not be doing what is healthy for my child and for me. അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നാൽ മാത്രമേ ആൾക്കാർ ഇതിനെക്കുറിച്ച് തിരക്കത്തുള്ളൂ, കൗൺസിലിങ്ങിന് പോവുള്ളൂ, അല്ലെങ്കിൽ ഒരു പേരന്റിങ് സെഷൻ അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ മിക്കവാറും ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്. why we need some kind of training is, നമ്മുടെ ലോകത്ത് ഏതൊരു ജോലിക്കും കുറച്ച് ട്രെയിനിങ് വേണം, കുറച്ച് എക്സ്പീരിയൻസ് വേണം. എന്നാൽ ഏതൊരു ജോലിക്കും നമ്മളെ അവര് ഹയർ ചെയ്യുള്ളൂ. ബട്ട് കല്യാണം കഴിക്കുന്നതും കുട്ടികളുണ്ടാകുന്ന ഈ 2 സാധനത്തിനും ഒരു ട്രെയിനിങ്ങും ഇല്ല, ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ പുതിയതായിട്ട് നമ്മൾ കയറുന്നതാണ്. ആൻഡ് വി ആർ റിലേറ്റിംഗ് ടു ടോട്ടലി ഡിഫറെന്റ് പീപ്പിൾ. ഇപ്പൊ നമ്മുടെ കുഞ്ഞാണെങ്കിലും അതൊരു ഇൻഡിവിജ്വൽ ആണ്, അതിന്റെ രീതികൾ വേറെയാണ്. അപ്പം എന്തെങ്കിലും ഒരു എന്റെ അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ, നമ്മളൊരു കുഞ്ഞിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രെയിനിങ് സെഷൻസ് അറ്റൻഡ് ചെയ്യണം. അത് മാൻഡേറ്ററി ആക്കണം, ഗവൺമെന്റ് മാൻഡേറ്ററി ആക്കണം. ആൻഡ് കുഞ്ഞ് ജനിച്ചതിന് ശേഷം എവറി ഇയർ ഒരു 5 വയസ്സ് വരെ മാൻഡേറ്ററി എവറി ഇയർ ആനുവലി നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്യണം. ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് 2 hours സെഷൻ. അത് അച്ഛനും അമ്മയും അവിടെ പോയിരുന്ന് സെഷൻ അറ്റൻഡ് ചെയ്യണം. ആൻഡ് സ്കൂൾ അഡ്മിഷൻ വേണമെങ്കിൽ ഈ അറ്റൻഡ് ചെയ്തതിന്റെ മാൻഡേറ്ററി സർട്ടിഫിക്കറ്റ് വേണം. ഈ കാര്യങ്ങൾ എന്റെ കയ്യിലായിരുന്നു കാര്യങ്ങളെങ്കിൽ ഞാൻ ഇതൊക്കെ മാൻഡേറ്ററി ആക്കിയേനെ. ബിക്കോസ് നമ്മള് പേരന്റിങ് പഠിച്ചില്ലെങ്കിൽ എന്താന്ന് വെച്ചാല് നമ്മൾ കണ്ട പേരന്റിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബേസിക്കലി നമ്മുടെ പേരന്റ്സിന്റെ പേരന്റിങ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്.
സോ വാട്ട് ഹാപ്പൻസ് ഇസ് അത് ചിലപ്പം ഈ കാലഘട്ടത്തിനും ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മളെന്ന വ്യക്തിക്കും ഒന്നും ഹെൽത്തി ആയ ഒരു പാറ്റേൺ ആയിരിക്കില്ല. കുറെയൊക്കെ ഹെൽത്തി ആയിരിക്കാം, ചിലത് ആയിരിക്കില്ല. കാലഘട്ടം മാറുന്നതനുസരിച്ച് പാറ്റേൺസ് മാറേണ്ടിയിരിക്കുന്നു. സോ അതൊന്ന് എക്വിപ്പ് ചെയ്യാൻ വേണ്ടി കാലഘട്ടത്തിനനുസരിച്ച് വ്യക്തികൾക്കനുസരിച്ച് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് ട്രെയിനിങ് അത്യാവശ്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിലൂടെ തുറന്ന് ചിലപ്പം ഹെൽത്തി ആയിട്ടുള്ള അഡൽട്സിനെ അല്ലായിരിക്കും. ആൻഡ് അതുകൊണ്ട് ചുറ്റും നോക്കും എല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇറ്റ് ഓൾ സ്റ്റെംസ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ്. ഇപ്പൊ പേരന്റിങ് നന്നായിട്ട് നടന്നാൽ വി ക്യാൻ ഹാവ് മോർ ഹെൽത്തി പീപ്പിൾ ഇൻ ആൻഡ് അറൌണ്ട് സറൗണ്ടിങ്. അപ്പൊ സജിത പറയുന്ന മറ്റുള്ള നമ്മളെ വിഷയങ്ങളിലൊക്കെ പ്രാഗൽഭ്യം നേടാനായിട്ട് നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ ഇതും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഒരു കാര്യം ചോദിച്ചോളൂ, എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് ഓഫ് പേരന്റിങ്? നമ്മൾ അതായത് ഒരു സാധാരണ നമ്മൾ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതുമായ കുറച്ച് പോയിന്റ്സ് ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാല് പ്രായം അനുസരിച്ച് നമ്മൾ കുട്ടിയോട് പെരുമാറുക. പ്രായം എന്ന് പറഞ്ഞാൽ ഇപ്പം 2 വയസ്സാണെങ്കിൽ 2 വയസ്സനുസരിച്ച് അതിനോട് പെരുമാറുക. 4 വയസ്സാകുമ്പോൾ 4 വയസ്സ്. ആൻഡ് സപ്പോസ് നമുക്ക് മുതിർന്ന കുട്ടിയും ഇളയ ഒരു കുട്ടിയും ഉണ്ടെങ്കിൽ മുതിർന്ന കുട്ടിയെ എപ്പോഴും നമ്മളൊരു അഡൾട്ടായിട്ട് ട്രീറ്റ് ചെയ്യും. ഈവൺ ഇഫ് ദ ചൈൽഡ് ഇസ് ഓൺലി 3 or 4 years old. 3 or 4 വയസ്സാണെങ്കിൽ പോലും മുതിർന്ന കുട്ടിയെ നമ്മൾ അഡൾട്ടായിട്ടാണ് കരുതുന്നത്. സോ അതിനും വഴക്ക് കൂടുതൽ കിട്ടും. അതിന് കുറച്ചുകൂടെ അതിനോട് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ മുതിർന്ന കുട്ടികളോട് ചെയ്യും. എന്റെ ഫസ്റ്റ് ഡു എന്ന് പറയുന്നത് കുട്ടിയുടെ പ്രായം അനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യുക. കുട്ടിയുടെ പ്രായം കണക്കിലെടുത്ത് ബിഹേവ് ചെയ്യുക. ആൻഡ് സെക്കൻഡ് ഐ വുഡ് സേ ഇസ് യു ക്യാൻ ടെൽ നോ ടു എ ചൈൽഡ്. പറ്റില്ല എന്ന് കുട്ടികൾക്ക് പറയാം. പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല എന്നും കൂടെ പറയണം. വേറെ എന്ത് ചെയ്യാമെന്നും പറയണം. യെസ്, റീസൺ. ഇപ്പൊ നമ്മളൊക്കെ ഒരാള് പറയാം ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ നമ്മള് ഉടനെ നമ്മൾ ചോദിക്കാൻ അതെന്തുകൊണ്ടാണല്ലേ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. സെയിം വേ നമ്മുടെ ലോജിക്കൽ മൈൻഡ് ഉള്ളതുപോലെ കുട്ടിക്കും ലോജിക്കൽ മൈൻഡ് ഉണ്ട്. സോ വി ഹാവ് ടു അപ്ലൈ ടു ഹിസ് ലോജിക്കൽ മൈൻഡ് ഓർ ഹെർ മൈൻഡ്. ഇപ്പൊ സപ്പോസ് കുട്ടി വോളിൽ വരയ്ക്കുവാന്ന് വെച്ചോ. ഇപ്പം ഭിത്തിയിൽ കളർ കൊണ്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ പറയാം ഭിത്തിയിൽ വരയ്ക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ വഴക്ക് പറയും. ബട്ട് യു ഹാവ് ടു ടെൽ ഭിത്തിയിലല്ല വരയ്ക്കേണ്ടത്. ഇൻസ്റ്റെഡ് ഈ പേപ്പർ കയ്യിൽ കൊടുത്തിട്ട് പേപ്പറിൽ വരയ്ക്കൂ. അത് 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് ഭിത്തിയിൽ വരയ്ക്കുന്നതിന് പകരം പേപ്പറിൽ വരയ്ക്കണമെന്ന് അവനവർക്ക് മനസ്സിലാവും. നമ്മള് ഭിത്തിയിൽ വരച്ചതിന് 2 അടി കൊടുത്തിട്ട് കാര്യമില്ല. ഭിത്തിയിലല്ല വരയ്ക്കേണ്ട സ്ഥലമല്ല, വരയ്ക്കേണ്ട സ്ഥലം ഇതാണെന്ന് പറഞ്ഞൊരു പേപ്പർ ഫ്രണ്ടിൽ വെച്ച് കൊടുത്ത് നമ്മളൊന്ന് വരച്ച് കാണിക്കുമ്പോൾ ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ്. 2-3 പ്രാവശ്യം ചെയ്താൽ മതി, കുഞ്ഞിന് മനസ്സിലാവും. അപ്പം ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യരുതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേറെ എന്ത് ചെയ്യാമെന്നും കൂടെ പറയണം. ദെൻ മൂന്നാമത്തെ കാര്യം, എല്ലാ കുട്ടികൾക്കും, ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ആപ്ലിക്കബിൾ ആണ്, ഇമോഷണൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞൊരു സാധനം വേണം. ദാറ്റ് ഈസ് നിന്റെ ജീവിതത്തിൽ ഞാനൊരു ഭാഗമാണെന്നുള്ള ആ ഒരു ഉറപ്പില്ലേ, ആ ഉറപ്പ് എല്ലാവർക്കും വേണം. അത് കുഞ്ഞാണേലും വലിയവരാണേലും ആർക്കാണേലും വേണ്ടുന്ന ഒരു കാര്യമാണ്. സോ 24 മണിക്കൂറിൽ നമുക്കൊരു 15 മിനിറ്റോ 30 മിനിറ്റോ മാത്രം ചെലവഴിച്ചാൽ മതി ഒരു ഇമോഷണൽ ന്യൂട്രീഷൻ കൊടുക്കാൻ. നമ്മൾ ബാക്കിയെല്ലാ ന്യൂട്രീഷനും കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇമോഷണലി ഒരു ന്യൂട്രീഷൻ കൊടുക്കണമെങ്കിൽ ഈ 15 തൊട്ട് 30 മിനിറ്റ് വരെ അൺഡിവൈഡഡ് അറ്റൻഷൻ. ഇപ്പൊ അഡൾട്ട്സ് ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിൽ ഫാദറും മദറും കൂടെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു 15-30 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ആ ഒരു കപ്പിളിന് ഒരു ഇമോഷണൽ ന്യൂട്രീഷൻ കിട്ടും. കുട്ടികളാകുമ്പോൾ സെയിം തിങ്, നമ്മൾ മുഖത്ത് നോക്കി സംസാരിച്ച് അവര് പറയുന്നത് കേൾക്കുമ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾ ആഴ്ചയിൽ 3-4 പ്രാവശ്യം ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്ക് അതിന്റെ കോൺഫിഡൻസും കാണും, ആ ഒരു ഇമോഷണൽ വെൽബീയിങ് കാണും. And another point is you don't have to be your child's best friend. Best friend ആവണമെന്നൊന്നുമില്ല. You can be an understanding parent, but at the same time you can be firm. വേണ്ടാന്ന് പറയേണ്ടടുത്ത് വേണ്ടാന്ന് പറയാം, ഫേം ആകാം, അണ്ടർസ്റ്റാൻഡിങ് ആകുക. എന്ന് വെച്ചാൽ അതിന്റെ പ്രായം അനുസരിച്ച് ഇങ്ങനെ ആയിരിക്കും അത് ചിന്തിക്കുന്നത്. എന്തെങ്കിലും ചെയ്താൽ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് ഒന്ന് എക്സ്പ്ലനേഷൻ ചോദിക്കുക.
So you'll understand the child's logic also. പിന്നെ the most important thing, especially for mothers, I would say, is a happy parent is a good parent. If you're happy and fulfilled, മനസ്സിൽ സന്തോഷമുണ്ട്, ജീവിതത്തിൽ ഒരു ഫുൾഫിൽമെന്റ് തോന്നിക്കുന്നുണ്ടെങ്കിൽ, that person will be a good parent. അരവിന്ദ് ഒന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും ബാഡ് ഒരു ഡേ ആണ്, പിന്നെ നല്ല മൂഡിലല്ല, ഭയങ്കര ദേഷ്യത്തിലാണ്. ആ ഒരു മൂഡിലിരിക്കുമ്പോ നമ്മുടെ ചുറ്റുമുള്ള ആരോടാണേലും നമ്മൾ ഇച്ചിരി കയർത്ത് സംസാരിക്കാം, അല്ലെ മുഖം കറുപ്പിച്ച് സംസാരിക്കാം, അല്ലെ സൗണ്ട് ഒന്ന് കൂടാം, ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ നമ്മുടെ. ബട്ട് അറ്റ് ദ സെയിം ടൈം വെൻ യു ആർ റിയലി ഹാപ്പി, വളരെ സന്തോഷത്തോടെ ഇരിക്കുമ്പം നമ്മള് വേറൊരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കില്ല. എക്സാക്ട്ലി. അപ്പം ഒരു കുഞ്ഞിന് ആവശ്യമുള്ളത് ഹാപ്പി ആയിട്ടുള്ള ഒരു പേരന്റിനെയാണ്. അല്ലാതെ ദർ ഇസ് നോ പെർഫെക്റ്റ് പേരന്റ്. ഒരു പെർഫെക്റ്റ് പേരന്റും ഇല്ല, ഒരു പെർഫെക്റ്റ് ചൈൽഡും ഇല്ല. വാട്ട് എ ചൈൽഡ് ആക്ച്വലി റിക്വയർസ് ഇസ് എ ഹാപ്പി പേരന്റ്. അത് എസ്പെഷ്യലി ഞാൻ മദേഴ്സിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, മദേഴ്സ് നമ്മുടെ കൾച്ചറൽ ഒരു സെറ്റപ്പ് വെച്ചിട്ട് കൂടുതലും വീട്ടുജോലിയും ചിലപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തെ ജോലി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരുപാട് ഫ്രസ്ട്രേറ്റഡ് ആകാം, ഒരുപാട് ലോഡ് എടുക്കുന്നത് പോലെ തോന്നാം. അപ്പം സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കിട്ടാനുള്ള സമയം കാണില്ല. ഇതെല്ലാം കൂടെ വെച്ചിട്ട് mothers tend to be a little more frustrated if they don't find time for themselves. അപ്പം എസ്പെഷ്യലി മദേഴ്സിനോട് പറയാനുള്ളത്, സ്വന്തം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക, ബി ഹാപ്പി ഫ്രം വാട്ട് യു ഡു. ഇഷ്ടങ്ങളൊക്കെ സ്വന്തം ഇഷ്ടം മാനിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ ബി എ ഗുഡ് പേരന്റ്. ഇത് ഫാദറിനും ഇത് ബാധകമല്ലേ? ഓഫ് കോഴ്സ് അച്ഛനും ബാധകമാണ്. സി, അച്ഛനും അമ്മയും ഒരേപോലെ നമ്മള് എന്താ പറയാ, ഒരേപോലെ റെസ്പോൺസിബിലിറ്റീസും ലോഡും ഷെയർ ചെയ്യുമ്പം രണ്ടുപേർക്കും അത് ലൈറ്റർ ആകും, രണ്ടുപേരും ഇൻവോൾവ് ആവും, രണ്ടുപേരും നേർച്ചറിങ് ആവും. സപ്പോസ് അച്ഛൻ പറയാ, സി ഫോർ ഫാദേഴ്സ്, നമ്മുടെ കൾച്ചറൽ സെറ്റപ്പിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫാദേഴ്സ് എന്ന് പറയുമ്പം ഇതെന്റെ റെസ്പോൺസിബിലിറ്റി അല്ല, അമ്മ നോക്കണ്ടതാന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകാനുള്ള ഒരു പെർമിഷൻ, കൾച്ചറൽ പെർമിഷൻ നമുക്കുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഇസ്, ആ പെർമിഷൻ കാരണം ഒരാളുടെ വർക്ക് ലോഡ് കൂടാം. അപ്പം വാട്ട് ഐ എം സേയിങ് ഇസ്, ആ ഫാമിലിക്ക് ഇപ്പൊ കൾച്ചറൽ സെറ്റപ്പ് നോക്കാതെ ആ ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ ഫാമിലിക്ക് എന്താണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൾച്ചറൽ നോംസ് അല്ല നോക്കേണ്ടത്. നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ വൈഫിനും നിങ്ങളുടെ ഹസ്ബൻഡിനും എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഏതൊരു പ്രോബ്ലത്തിന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അത് ഇറ്റ്സ് എ ട്രയാങ്കിൾ. ഓരോ പോയിന്റിലും ഒന്ന് മൈ നീഡ്, സെക്കൻഡ് വൺ ഇസ് യുവർ നീഡ്, തേർഡ് വൺ ഇസ് സിറ്റുവേഷൻ. അപ്പൊ ഏതൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുവെക്കുമ്പോ എന്റെ നീഡ് ഫുൾഫിൽ ആവുന്നുണ്ടോ, നിന്റെ നീഡ് ഫുൾഫിൽ ആവുന്നുണ്ടോ, ഈ സിറ്റുവേഷൻ അനുസരിച്ചാണോ നമ്മൾ ഇത് മൊത്തം നോക്കിയെന്ന്, ഈ 3 ആസ്പെക്ട്സും നോക്കിയാലേ ആർക്കും സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ സം തിങ്സ്, ഡൂസ് ആൻഡ് ഡോൺസ് പറയാന്. ഇത് ഡൂസ് ആയിരുന്നു ഞാൻ മിക്കവാറും പറഞ്ഞത്. ഡോണ്ട് എന്ന് പറയാനുള്ള സാധനം എന്ന് വെച്ചാല്, ഡോണ്ട് എവർ എനിക്കിത് ആവർത്തിച്ച് പറയണമെന്ന് തോന്നും, നെവർ എവർ ഫീഡ്ബാക്ക് ഫോർ ബീയിങ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഫീഡ്ബാക്ക് കൊടുക്കരുത്, എസ്പെഷ്യലി നെഗറ്റീവ് ഫീഡ്ബാക്ക്. നമ്മൾ എപ്പോ ഫീഡ്ബാക്ക് ഡൂയിങ്, ചെയ്ത കാര്യത്തിനോ പറഞ്ഞ കാര്യത്തിനോ മാത്രമേ ഫീഡ്ബാക്ക് കൊടുക്കാവൂ. നെവർ എവർ സേ നീ അല്ലെങ്കിലും പോക്കാണ്, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം, അല്ലെങ്കിലും നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം. നമ്മൾ പലപ്പോഴും ഈ അടച്ചാക്ഷേപിക്കുന്ന, അവര് നന്നാൻ വേണ്ടി ആയിരിക്കാം നമ്മൾ അങ്ങനെ പറയുന്നത്, പക്ഷെ നമ്മളൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്, നിന്നെ കൊണ്ട് കൊള്ളില്ല എന്ന് ജനറലി അടച്ചാക്ഷേപിക്കുന്നത് ഒരിക്കലും ചെയ്യരുത്. ദാറ്റ് ഇസ് നമ്മള് ബീയിങ്ങിന്, ഒരാൾ എങ്ങനെയാണോ ഐ ആം ലൈക്ക് ദിസ്, ആ ബീയിങ്ങിനെയാണ് നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. അതിന് പകരം ഫീഡ്ബാക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ ഡൂയിങ്ങിന് കൊടുക്കണം. ഡൂയിങ് എന്ന് പറയുന്നത് ചെയ്ത കാര്യങ്ങൾ അല്ലെ പറഞ്ഞ കാര്യങ്ങൾ.
ഇപ്പം മാർക്ക് കുറയുവാണെങ്കിൽ ഇത്രയും കാര്യം പഠിച്ചിട്ടില്ല, ഇത് പഠിക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ നിന്നെ കൊണ്ട് അല്ലെങ്കിലും പഠിക്കാൻ കൊള്ളില്ല എന്നല്ല പറയുന്നത്. ഇപ്പം പരീക്ഷ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ എത്രത്തോളം പഠിച്ചു, നമ്മളുടെ മനസ്സിൽ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കി കേൾക്കാൻ പറ്റിയെന്ന് മാത്രമാണ് അതിന്റെ ഫീഡ്ബാക്ക്. മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അല്ലെ നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള ഫീഡ്ബാക്ക് മാത്രമാണ്. ആ ക്വസ്റ്റ്യൻസ് ഇരുന്ന് പഠിക്കുക. അല്ലാതെ ആ കുട്ടി കൊള്ളൂല അല്ലെങ്കിൽ ഒരിക്കലും നന്നാവില്ല എന്നുള്ള ഫീഡ്ബാക്ക് അല്ല അത്. അത്രയും ചോദ്യങ്ങൾ പഠിച്ചിട്ടില്ല, മനസ്സിൽ ആക്കിയിട്ടില്ല, മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ല. ദാറ്റ് ഈസ് ദി ഓൺലി ഫീഡ്ബാക്ക് when you lose marks somewhere. So അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. That is, a happy parent is a good parent. And next one is always give negative feedback for the doing and not the being. അപ്പം വേറെ ചില കാര്യങ്ങൾ നമ്മൾ പേരന്റിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മിത്തുകളുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നാവും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ നന്നാവുള്ളൂ, അച്ഛൻ സീരിയസ് ആയിരിക്കണം, അമ്മ വളരെ ഫ്രണ്ടിനെ പോലെ ആയിരിക്കണം, ഇങ്ങനെ കുറെ മിഥ്യാധാരണകളുണ്ടല്ലോ നമ്മുടെ പേരന്റിങ്ങിനെ കുറിച്ച്. See, first point I would say is parenting is about making good children. ആ സാധനം വലിയൊരു മിത്താണ്. Parenting is about regulating our own behavior. നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നത് മാത്രമാണ് parenting. കുട്ടികളെ നന്നാക്കാനോ ഒന്നും അല്ല parenting. Parenting എന്ന് പറയുന്നത് നമ്മളുടെ ബിഹേവിയർ ആ കുട്ടിക്കനുസരിച്ച് റെഗുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ വാട്ട് ഇസ് parenting. നമ്മൾ പണ്ട് ജീവിച്ച പോലെ അല്ലല്ലോ നമ്മളിപ്പോ ജീവിക്കുന്ന പേരൻസ് ആയതിനു ശേഷം, അല്ലല്ലോ. നമ്മളിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, സ്വഭാവത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ പറയും ഞാൻ ദേഷ്യക്കാരനാണ്, അല്ലെ ഞാൻ ദേഷ്യക്കാരിയാണ്, ഞാൻ മടിയനാണ്, മടിയച്ചിയാണ് എന്നൊക്കെ പറഞ്ഞ് അത് ലേബിൾ നമ്മൾ ഒട്ടിച്ചു വെക്കും. പക്ഷേ ഈ ലേബിൾ ഒട്ടിച്ചു വെക്കുന്നത് എന്താന്ന് പറഞ്ഞാല് അതിൽ നിന്ന് ഒരു മാറ്റം വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോൾ ആ ലേബിൾ വെച്ചിരിക്കുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മുടെ കുട്ടികൾ അത് തന്നെ പഠിച്ചെടുക്കും. പിന്നെ എന്താ പറയുന്നത്, ഈ മാറ്റങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പേരന്റിങ്. ഇത് റെഗുലേറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കുട്ടികളുടെ റെസ്പോൺസ് മാറ്റാൻ പറ്റുള്ളൂ. സി, ഇപ്പം എനിക്കൊരു സ്ഥലത്ത് പോകണം, ഞാൻ റോഡ് നമ്പർ 1 എടുക്കുന്നത്, എപ്പോഴും റോഡ് നമ്പർ 1 എടുക്കുന്നത്. എന്നിട്ട് ഞാൻ ആ സ്ഥലത്ത് എത്തുന്നില്ല. ആ സ്ഥലത്ത് എത്തണമെങ്കിൽ റോഡ് നമ്പർ 2 എടുക്കണം ഞാൻ. അപ്പൊ ഞാൻ എന്റെ എടുക്കുന്ന വഴി മാറ്റിയാല് ഞാൻ എത്തേണ്ട സ്ഥലത്തെത്തും. സോ നമ്മള് അയക്കുന്ന സ്റ്റിമുലസ് മാറിയാൽ മാത്രമേ കുട്ടികളുടെ റെസ്പോൺസ് മാറുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ബിഗ് മിത്ത്. പേരന്റിങ് എന്ന് പറയുമ്പോൾ കുട്ടികളെ നന്നാക്കല അല്ല, നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്നതാണ് പേരന്റിങ്. സെക്കൻഡ് വൺ, ഞാൻ ഈ 2 പോയിന്റ് പറയുന്നുള്ളൂ. സെക്കൻഡ് വൺ, ഓക്കെ, ഒരു അമ്മയുടെ ഡെഫിനിഷൻ പറയാമോ? അർബിന്ദ്, അമ്മയുടെ ഡെഫിനിഷൻ പറയാമോ? അമ്മ പൊതുവെ നമ്മൾ പറയുന്ന അമ്മ സ്നേഹമാണ്. ഒരുപാട് കിട്ടിയുള്ളൂ, കുറച്ചുകൂടെ പറ അമ്മയെ കുറിച്ചുള്ള ഡെഫിനിഷൻ. എല്ലാ കാര്യങ്ങളും അമ്മ നമ്മളെ ഒരു ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചും സഹിച്ചും നമ്മളെ നേർവഴിക്ക് നടത്തുന്ന ഒരാള്. നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഭൂമിയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണക്ട് ഉള്ള ഒരേ ഒരാള് അമ്മയാണ്. Can you define father? അച്ഛനെ ഒന്ന് ഡിഫൈൻ ചെയ്യാമോ? ഫാദർ ഈസ് നമ്മളോട് കണക്ട് ചെയ്ത് അമ്മ വഴിയാണല്ലോ. നമ്മൾ അച്ഛനുമായിട്ടുള്ള ബന്ധം അമ്മ വഴിയാണ്. അപ്പം നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ വി ആർ ഓൾവേസ് ലുക്ക് അപ്പ് ടു അവർ ഫാദർ, അല്ലേ? നമ്മളുടെ അച്ഛനിലേക്കാണല്ലോ നമ്മൾ ഈ പറയുന്ന പോലെ എപ്പോഴും ഒരു ഡയറക്റ്റ് ആക്സസ് അമ്മയും ഈ പറയുന്ന പോലെ ഇൻഡയറക്റ്റ് ആക്സസ്. എനിക്കൊന്ന് ഒരു പ്രായം കഴിയുന്നത് വരെയൊക്കെ അതുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷെ ഈ പറയുന്ന നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം വരുന്നത് ഒരു പക്ഷേ പേരന്റ് എന്താണ് ഒരാൾക്ക്. ഇപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കുട്ടികളായിട്ട് വളരാൻ അനുവദിക്കുകയും അവരുടെ ഡിസിഷൻസ് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റുകയും ചെയ്യാൻ സഹായിക്കുന്ന ആളായിരിക്കണം എന്നാണ് എന്റെ ഒരു ബയോളജിക്കൽ ഡെഫിനേഷൻ പറയാം. അമ്മയെന്ന് പറയുന്ന ആള് ഫിസിക്കലി ബയോളജിക്കൽ ആള് മാത്രമാണ് എന്ന് പറയുന്നത്. ബയോളജിക്കലി ആൻഡ് ഫിസിക്കലി she gives birth to a child, and in many cultures
she need not even feed. There are wet nurses കുഞ്ഞിനെ ഫീഡ് ചെയ്താലും മതി. അപ്പം ബർത്ത് ആണ് മദർ. ഫാദർ biologically, physically, he impregnates a mother. That is, he gives a sperm. Okay. And a parent is anybody who can take care of a child. So, ഇപ്പം ബയോളജിക്കൽ മദർ നല്ലൊരു മദർ ആണെന്നില്ല, ബയോളജിക്കൽ ഫാദർ നല്ലൊരു ഫാദർ നല്ലൊരു പേരന്റ് ആണെന്നില്ല. But at the same time, biological father and mother can be good parents. See, we do not change diaper with our breast or vagina. We do not earn money with our penis. It is done by hands, which anybody can do. കുഞ്ഞിനെ കുളിപ്പിക്കാനും ഡയപ്പർ മാറ്റാനും നല്ല അഡ്വൈസ് കൊടുക്കാനും സ്കൂളിൽ കൊണ്ടുപോകാനും കുക്ക് ചെയ്ത് ഫുഡ് കൊടുക്കാനും വാരി കൊടുക്കാനും എല്ലാം ഏത് പേരന്റിനും പറ്റും. So the myth is mothers have to do these things, fathers have to do these things. അങ്ങനെയൊന്നുമില്ല. A parent can be a mother or father, and a parent can do any of these tasks. അത് ഫാമിലിക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. See, what happens is നമ്മള് റോൾസ് കൊടുക്കും. അമ്മ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ, അച്ഛൻ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് ആ റോൾസ് കൊടുക്കുമ്പം we are denying the other parent of the pleasure of being a parent. ഇപ്പൊ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും കുഞ്ഞിനെ ഒരുക്കുന്നതും കുഞ്ഞിന് ഡയപ്പർ ഇടിപ്പിക്കുന്നതും ഒക്കെ കാര്യങ്ങൾ അമ്മ മാത്രം ചെയ്യാണ്. ഈ സൊസൈറ്റി ഇപ്പൊ സോഷ്യൽ സെറ്റപ്പ് കാണുമ്പോ തന്നെ നമുക്ക് കാണാം, ഈ കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 2-3 മാസത്തേക്ക് ഹസ്ബൻഡിനെ അടുപ്പിക്കത്ത് പോലുമില്ല. സോ ആ കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്ങിന്റെ ആ ഒരു പ്രോസസ്സ് പോലും വി ആർ ഡിനൈങ് ഇറ്റ് ടു ദ മെൻ. സോ ദ ബിഗസ്റ്റ് മിത്ത് ഇസ് that mothers have to do these things, fathers have to do things. അങ്ങനെയല്ല. A parent can be a mother or a father and they can do anything. മനസ്സിലായി. അപ്പൊ ഇതൊരു കൂട്ടുത്തരവാദിത്വമാണ്, അച്ഛന്റെ അമ്മയുടെ ഉത്തരവാദിത്വമാണ്. ആ ഫാമിലിയുടെ സൗകര്യമാണ്, ആ ഫാമിലിയുടെ സൗകര്യമാണ്. ഒരുമിച്ച് നമ്മള് ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം ബേർഡൻ ചെയ്യിപ്പിക്കാതെ എല്ലാ പാർട്ട്ണർഷിപ്പാണ്. സോ അത് കണ്ട് വളരുന്ന കുട്ടികളും അതേ രീതിയിലായിരിക്കും അഡൾട്ട്സ് ആകുന്നത്. അപ്പം ഇത് താങ്ക് യു സോ മച്ച് സജിത. നമുക്ക് പേരന്റിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് അങ്ങനെ ഒരു അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ നിർത്താവുന്ന കാര്യമല്ല. ഇത് വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതേസമയം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത് ആക്ച്വലി എല്ലാവരും പഠിക്കേണ്ട കാര്യം കൂടെയാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാലത്ത് ഇത് പറഞ്ഞു തരാൻ ആൾക്കാർ കുറവായിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇത് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ Thank you for inviting me, Arvind. Thank you so much. Thank you so much, Sajida. Yeah, good day.